തരംഗം KCYM യുഗശക്തി, ഇത് യുഗശക്തി. മാനവമോചന രണശക്തി, മനുഷ്യ മനസ്സിലുറങ്ങും ദൈവമഹത്വമുണർത്തും പുതുശക്തി. വിലയിടിയാത്തൊരു വിജ്ഞാനത്താൽ, അടിപതരാത്തൊരു വിശ്വാസത്താൽ, പൂർണ്ണ മനുഷ്യൻ പൂർണ്ണ സമൂഹം പടുത്തുയർത്തും യുവശക്തി. അധർമ്മമെങ്ങും അമർത്തിയിടാൻ, സമൃദ്ധി എങ്ങും ഉണർത്തിയിടാൻ, സാഹോദര്യം സഹകരണം പടവാളാക്കും യുവശക്തി. യുഗശക്തി, ഇത് യുഗശക്തി. KCYM യുവശക്തി, KCYM യുവശക്തി, KCYM യുവശക്തി. ആദ്യകാല കുടിയേറ്റക്കാരനായ തന്നങ്ങാട്ട് TJ തോമസിന്റെ ശ്രമഫലമായി 1994 അങ്ങാടിക്കടവിൽ ഡോൺ ബോസ്കോ കോളേജ് സ്ഥാപിതമായി. ഇരിട്ടി പ്രദേശത്തിന്റെ മുഖച്ഛായ മാറ്റുന്നതിൽ ഈ കോളേജ് വഹിച്ച പങ്ക് വലുതാണ്. വിശുദ്ധ ഡോൺ ബോസ്കോയുടെ സേവന മാതൃക പിൻചെന്ന സലേഷ്യൻ വൈദികരുടെ നേതൃത്വത്തിൽ ഡോൺ ബോസ്കോ കോളേജ് യുവതി യുവാക്കളുടെ സ്വപ്നങ്ങൾക്ക് നിറങ്ങൾ ചാലിച്ച കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വേറിട്ട കോളേജായി അറിയപ്പെടുന്നു. ഗ്രാമത്തിന്റെ വിശുദ്ധിയും നിഷ്കളങ്കതയും തളം കെട്ടി നിൽക്കുന്ന കോളേജ് അന്തരീക്ഷവും പ്രാർത്ഥനയിലും ദൈവവിശ്വാസത്തിലുമൂന്നിയ വിദ്യാഭ്യാസ രീതിയും കോളേജിനെ വേറിട്ട് നിർത്തുന്ന ഘടകങ്ങളാണ്. ഡോൺ ബോസ്കോയിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ഇന്ന് 20ഓളം രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നു എന്നത് ഒരു കുടിയേറ്റ ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനാർഹമാണ്. ഡോൺ ബോസ്കോ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അങ്ങാടിക്കടവ് 2003 സ്ഥാപിതമായതാണ്. പ്രവർത്തന മേഖലയിൽ ഏകദേശം 10 സംവത്സരങ്ങൾ പിന്നിട്ടുകൊണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ തന്നെ ഒരു വേറിട്ട സ്ഥാപനമായി ഡോൺ ബോസ്കോ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഡോൺ ബോസ്കോ വിഭാവനം ചെയ്ത പ്രിവെൻറ്റീവ് സിസ്റ്റം എന്ന വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ യുവാക്കളെ വിവേകത്തിലും വിജ്ഞാനത്തിലും വാർത്തെടുക്കുവാനായിട്ടാണ് ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 10 വർഷക്കാലം കൊണ്ട് വളർച്ചയുടെ വലിയ മേഖലകൾ ഈ കോളേജ് പിന്നിട്ടിരിക്കുന്നു എന്നത് അഭിമാനത്തോടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ സ്ഥാപനത്തിൽ ഏകദേശം 700ഓളം വിദ്യാർത്ഥികൾ MCom, ഫിനാൻസ്, MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, MCJ, MSW എന്നീ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകളിലും BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, BBA, BCom കോർപ്പറേഷൻ, BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, BCA, BSc മാത്തമാറ്റിക്സ് എന്നീ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകളിലുമായി വിദ്യാഭ്യാസം നടത്തിപ്പോരുന്നു. ഒത്തൊരുമയും കഴിവുമുള്ള 60 സ്റ്റാഫ് അംഗങ്ങൾ സലേഷ്യൻ ഫാദേഴ്സ് മേൽനോട്ടം വഹിക്കുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. ഗ്രൂമിംഗ് ജനറേഷൻസ് ആൻഡ് ലീവിംഗ് ലെഗസീസ് എന്ന ആപ്തവാക്യത്തിലൂന്നിയ വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ പക്വതയാർന്ന യുവസമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയുന്നു എന്നത് ഈ കോളേജിൻ്റെ വലിയ നേട്ടമാണ്. അങ്ങാടിക്കടവിൻ്റെ പ്രതിച്ഛായയെ തന്നെ നവീകരിക്കുവാൻ ഈ കോളേജിൻ്റെ സാന്നിധ്യം ഏറെ പ്രയോജനകരമായിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമായ സംഗതിയാണ്. ഇപ്രകാരമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ ഡോൺ ബോസ്കോ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ആവിഷ്കരിക്കുന്ന ഒരു നല്ല യുവസമൂഹത്തെ വാർത്തെടുക്കുവാൻ ഡോൺ ബോസ്കോ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്
എന്നും പ്രതിജ്ഞാബദ്ധമാണ്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നു പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി കോളേജിനോട് ചേർന്ന് ഫ്രാൻസിസ്കൻ സെർവൻസ് ഓഫ് മേരി സിസ്റ്റേഴ്സിൻ്റെ മേരി നികേതൻ PG ഹോസ്റ്റലും ആരാധന സിസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിൽ അഡോറേഷൻ സ്റ്റഡി ഹൗസും പഠനത്തിനായി ദൂരെ നിന്നും വരുന്ന പെൺകുട്ടികൾക്ക് ബോർഡിംഗ് സൗകര്യവും നൽകി വരുന്നു. അതോടൊപ്പം ആൺകുട്ടികൾക്ക് ബോർഡിംഗ് സൗകര്യം നൽകി സാവിയോ ഹോമും പ്രവർത്തിക്കുന്നു. കണ്ണൂർ ജില്ലയിലും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും കേരളത്തിന് വെളിയിലും പോലും പ്രശസ്തമായ ഒരു സ്ഥാപനമായിട്ട് ഉയരുവാനായിട്ട് ഈ കോളേജിന് സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം കാരണം ദൈവത്തിൻ്റെ ഡോൺ ബോസ്കോയുടെ മധ്യസ്ഥ വഴി ദൈവം നൽകുന്ന അനുഗ്രഹമാണ് എന്ന് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് സാധാരണ കോളേജിൽ ലഭിക്കുന്ന അധ്യയനത്തിനുപരിയായിട്ട് അവരുടെ വിവിധ ഗുണങ്ങൾ, കഴിവുകൾ, കലകൾ വികസിപ്പിക്കുവാനായിട്ടുള്ള, അതിലേറെയായിട്ട് അവരുടെ സ്വഭാവം നേരായ രീതിയിൽ വളർത്തിക്കൊണ്ടുവരുവാനായിട്ടുള്ള എല്ലാ പ്രചോദനവും പ്രവർത്തനങ്ങളും പരിശീലനവും ഈ കോളേജ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഒരു വേറിട്ട കോളേജായിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി അധികൃതരും പൊതുജനങ്ങളും എല്ലാം ഈ കോളേജിനെ കുറിച്ച് പറയാറുണ്ട്. ഇനിയും ഭാവിയിലേക്ക് ധാരാളം കാര്യങ്ങൾ ഈ കോളേജിന് നേടുവാനായിട്ടുണ്ട്. കോളേജിന് വേണ്ടിയല്ല, നമ്മുടെ ഈ പ്രദേശത്തെ യുവജനങ്ങൾക്ക് വേണ്ടിയും അവരുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയും അവരെ നല്ല നിലയിലുള്ള നല്ല ജോലികളിൽ എത്തിക്കുവാൻ വേണ്ടിയും. ഇവിടെ വരുന്ന മിക്കവരും ഞങ്ങളോട് ചോദിക്കാറുള്ള ഒരു ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും ദൂരെ കുറേ ഉള്ളിലേക്കുള്ള ഒരു ഗ്രാമത്തിൽ അങ്ങാടിക്കടവിൽ ഈ കോളേജ് തുടങ്ങിയെന്ന്? ഇത് ഇരിട്ടിയിലോ തലശ്ശേരിയിലോ കണ്ണൂരോ ഒക്കെ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് എത്ര എളുപ്പമായിരുന്നു കുട്ടികളെ കിട്ടുവാനായിട്ടും അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാനായിട്ടും. അത് മാത്രമല്ല, എല്ലാവർക്കും കൂടെ വരുവാനായിട്ടും എളുപ്പമായിരുന്നല്ലോ എന്ന്. പക്ഷേ സലീഷ്യൻ സഭയ്ക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ഈ പ്രദേശത്തെ പിന്നോക്കം നിൽക്കുന്ന ഈ പ്രദേശത്തെ സാധാരണക്കാരായ കർഷകരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം ഒരുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഈ കോളേജ് ഇത്ര ഉള്ളിലേക്കായതുകൊണ്ട് പ്രാരംഭഘട്ടത്തിൽ നടത്തിക്കൊണ്ട് പോകാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുമുണ്ടായിരുന്നു. കുട്ടികളെ കിട്ടുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവിടെ ഹോസ്റ്റൽ സൗകര്യങ്ങളില്ലായിരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഒരു ഹോസ്റ്റലിൽ പഠിക്കുവാനായിട്ടുള്ള ശേഷി ഈ ഇവിടെ പഠിക്കുന്ന പിള്ളേരുടെ കുടുംബത്തിനില്ലായിരുന്നു. അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും സർവശക്തൻ്റെ അനുഗ്രഹം കൊണ്ട് അതിനെല്ലാം നേരിട്ട് മുന്നോട്ട് പോകുവാനായിട്ടും ഇന്ന് ഇവിടെ പഠിച്ചു പോയ കുട്ടികളെല്ലാം നല്ല സ്ഥാനത്ത് എത്തിയെന്ന് നമുക്ക് അഭിമാനിക്കുവാനും സാധിക്കുന്ന ഒരു സ്ഥിതിയിൽ ഈ കോളേജ് എത്തിയിട്ടുണ്ട്. അടുത്ത കാലത്താണ് ഈ കോളേജിന് ഹോസ്റ്റലുകൾ ധാരാളമായതും അതുപോലെ തന്നെ കോളേജ് ബസ്സും മറ്റുമൊക്കെ ഉണ്ടായത്. അതിനു മുമ്പ് കുട്ടികൾ അവരുടെ പഠിച്ച് നല്ലൊരു വിദ്യാഭ്യാസം സമ്പാദിച്ച് നല്ലൊരു ജോലി വാങ്ങിക്കണം, അങ്ങനെ ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി സമൂഹത്തിൽ ശ്രേഷ്ഠമായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു പ്രത്യേക ആഗ്രഹം നമ്മുടെ കർഷക കുടുംബത്തിലെ കുട്ടികൾക്കുണ്ടായതുകൊണ്ടും കഷ്ടപ്പെടുവാനായിട്ടും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് പഠിക്കുവാനായിട്ടുമുള്ള ആ ഒരു ആജീവത്വം അവർക്കുണ്ടായിരുന്നതുകൊണ്ടുമാണ് ഈ കോളേജ് ഇത്രയധികം വളരുവാൻ കാരണമായത്. നമുക്ക് അതിൽ ഏറെ അഭിമാനമുണ്ട്. ഡോൺ ബോസ്കോയുടെ ചൈതന്യത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മേഖലയിലും സമൂഹത്തിലും പ്രവർത്തിക്കാൻ ഇറങ്ങിത്തിരിയുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും ധാരാളമായിട്ടുണ്ടാകും എന്നൊരു വസ്തുതയാണ് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ വളരെയധികം വെല്ലുവിളികൾ ഉള്ള ഒരു പരിപാടിയായിട്ട് ഇതിനെ നമ്മൾ ഏറ്റെടുത്തുവെങ്കിലും ഇന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് വേണ്ട കുട്ടികളെ കിട്ടുന്നുണ്ട്, അഡ്മിഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു റെപ്യൂട്ടേഷൻ ഈ യൂണിവേഴ്സിറ്റിയിലും സംസ്ഥാനത്തുള്ളത് കൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് അന്വേഷിച്ച് വരുന്ന ഒരു നിലവാരത്തിൽ ഈ കോളേജ് എത്തിയിട്ടുണ്ട്. ഇതിനായിട്ട് ഈ വർഷങ്ങളിലൊക്കെ പ്രവർത്തിച്ച എല്ലാ വൈദികരെയും അതുപോലെ തന്നെ അവർക്ക് പ്രോത്സാഹനം തന്ന ഈ ഇടവകയിലെ വൈദികരെയും രൂപതയിലെ പിതാവിനെയും മറ്റ് നമ്മുടെ അധികാരികളെയും ഒക്കെ ഞങ്ങൾ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു.
വചനം ഓംകാരനാദം ഓം പൂജ്യനാമം ഓം സമ്പൂർണം പാവനം പാലനം ശോഭനം ആർഷിതം ദയാർശ്രിതം വന്ദനം വാഴ്ക വാഴ്ക വചനം ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദിസ്വഭാവം ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദിസ്വഭാവം മൃദുചലനം ജലചലനം മൃദുചലനം ജലചലനം വചനം വിരിയുകയായി പ്രപഞ്ചമുണരുകയായി വചനം വിരിയുകയായി പ്രപഞ്ചമുണരുകയായി നീലമാനമായി നീളമേഘമായി ഹരിതഭൂമിയായി ഹർഷബാഷ്പമായി കരകടലിരപകൽ അതിശയ കാഴ്ചകളായി ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദിസ്വഭാവം ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദിസ്വഭാവം ഓം പരിപാവനാത്മം വചനം ഓം പരിത്രാണസ്നേഹം വചനം ഓം പരിഹാരയാഗം വചനം വചനനാദമായാതിരൂപനായാദ്യം ശേഷം പാപഹേതുവായി പതനനാമമായാദം നാദം വചനനാദമായാതിരൂപനായാദ്യം ശേഷം പാപഹേതുവായി പതനനാമമായാദം അവനൊരുവൻ വഴിയായി തൻ പാപജപം വഴിയായി അവനൊരുവൻ വഴിയായി തൻ പാപജപം വഴിയായി മൃതിയണഞ്ഞു മിഴിനനഞ്ഞു വഴിമറഞ്ഞു ആദിനരൻ വന്ദനം വന്ദനം ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദിസ്വഭാവം ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദിസ്വഭാവം ഓം പരിപാവനാത്മം വചനം ഓം പരിത്രാണസ്നേഹം വചനം ഓം പരിഹാരയാഗം വചനം na 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 na
പാപഹാരിയായി പാതിരാവിലായി ജനനം. ആ നേരം വാനിടത്തിലൊരു താരകപ്പിറവി പുണ്യം. വചനം പാപഹാരിയായി പാതിരാവിലായി ജനനം. ആ നേരം വാനിടത്തിലൊരു താരകപ്പിറവി പുണ്യം. അവനൊരുവൻ വഴിയായി തന്നനുസരണം വഴിയായി, അവനൊരുവൻ വഴിയായി തന്നനുസരണം വഴിയായി, കുരിശിലേറി മൃതിയടഞ്ഞു മോക്ഷമേകി ഉത്ഥിതനാ. വന്ദനം വന്ദനം. ആദിസ്വരൂപം തേജസ്വരൂപം ആദി അനാദി സ്വഭാവം, മൃദുചലനം ജലചലനം, വചനം വിരിയുകയായി. പ്രപഞ്ചമുണരുകയായി, വചനം വിരിയുകയായി, പ്രപഞ്ചമുണരുകയായി. നീലമാനമായി നീളമേഘമായി ഹരിതഭൂമിയായി ഹർഷബാഷ്പമായി കരകടലിരപകലതിശയ കാഴ്ചകളായി. ആദിസ്വരൂപം തേജസ്വരൂപം ആദി അനാദി സ്വഭാവം, ആദിസ്വരൂപം തേജസ്വരൂപം ആദി അനാദി സ്വഭാവം. ഓം പരിപാവനാത്മം വചനം, ഓം പരിത്രാണസ്നേഹം വചനം, ഓം പരിഹാരയാഗം വചനം. ആകാശപ്പറവകളെ കർത്താവിൻ അരുമകളെ, ഒരുന്നോ പൊൻകതിർ കൊയ്യാൻ പാടത്ത് പാട്ടായേ, ചേരുന്നോ ചേലാണെ കാണാൻ പാടത്ത് കൊയ്ത്തായേ. ആകാശപ്പറവകളെ കർത്താവിൻ അരുമകളെ, ഒരുന്നോ പൊൻകതിർ കൊയ്യാൻ പാടത്ത് പാട്ടായേ, ചേരുന്നോ ചേലാണെ കാണാൻ പാടത്ത് കൊയ്ത്തായേ. അന്നമൊരുക്കണതാരാണ് അന്തിയുറങ്ങണതെങ്ങാണ്, അന്നമൊരുക്കണതാരാണ് അന്തിയുറങ്ങണതെങ്ങാണ്.